താങ്കളെ അഭിസംബോധന ചെയ്യാൻ താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരു പേര്. ഉം. 2, താങ്കൾ താങ്കളുടെ വിശ്വാസങ്ങൾ, താങ്കളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, താങ്കളുടെ ബോധ്യങ്ങൾ, വാക്കും പ്രവൃത്തിയും അതെന്തും ആയിക്കൊള്ളട്ടെ, ഉം. അത് നമുക്ക് പ്രശ്നമല്ല. അതിന് മാന്യമായൊരു നയം നിങ്ങൾക്കുണ്ടായിരിക്കണം. 2 കാര്യങ്ങൾ. ഉം. ഒന്ന്, നിങ്ങളെ മറ്റുള്ളവർ അഭിസംബോധന ചെയ്യേണ്ടത് എന്താണ്, എങ്ങനെയാണെന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു നാമം. ഉം. 2, നിങ്ങൾ എങ്ങനെ അറിയപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഐഡിയോളജി. ഉം. 2 കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ 2 കാര്യങ്ങൾ എനിക്കില്ല. അതായത് നിങ്ങൾക്ക് ഈ ഷാഫി എന്ന് പറയുന്ന പേര് നിങ്ങളുടെ സ്വന്തം അല്ല. അല്ല, പേര് വേറെ ആരോ ഇട്ടൊരു പേരാണ്, ഞാനായിട്ട് ഇട്ടതല്ല. ഓക്കെ. അതിപ്പോ നിങ്ങളുടെ സ്വന്തമല്ലേ? അല്ല, അത് എന്റെ ഷാഫി. സ്വന്തമല്ല. അത് ഇതിൽ ആരോ ഒട്ടിച്ചൊരു, നമ്മളിപ്പോ ഒരു പുസ്തകത്തിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാല് ഓ ആ സ്റ്റിക്കർ ആ പുസ്തകം ആവണില്ലല്ലോ. ഓക്കെ. അപ്പൊ അതായത് നിങ്ങൾ ഷാഫിയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഇല്ല, ഞാൻ വിശ്വസിക്കണില്ല. ഓക്കെ. അപ്പൊ പിന്നെ താങ്കൾ ആരാണ്? ഞാനാണ്. ഓക്കെ. നിങ്ങൾ അഭിസംബോധന ചെയ്യണമല്ലോ. അതെ, അഭിസംബോധന ചെയ്യാൻ വിളിക്കാലോ, ഷാഫിന്ന് വിളിക്കാലോ. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു? അതെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യണു. പക്ഷെ ഞാനതല്ല. നിങ്ങൾ ഷാഫി അല്ല? അല്ല, നിങ്ങൾക്കിപ്പോ മുസാഫിർ ഭായിക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്നെ ഷാഫിന്ന് വിളിക്കണേന് എനിക്ക് പരാതിയില്ല. പക്ഷെ ഷാഫിക്ക് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ഒരു പേരിന്റെ ബന്ധം മാത്രമേ ഉള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. ഇനി രണ്ടാമത്തത് ഐഡിയോളജിയാണ്. എന്താണ് നിങ്ങളുടെ ഐഡിയോളജി? അതും ഇല്ല. അതായത് നിങ്ങള് ബിലീവർ ആണോ, ഇല്ല, ഫോളോവർ ആണോ? ഞാനിവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു റിയാലിറ്റി മാത്രമേ ഉള്ളൂ, ഒരു യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ. ഒരു ഐഡിയോളജിയും കൊണ്ട് നടക്കണില്ല. ഞാൻ ചോദിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മൾ ഈ ക്ലബ് ഹൗസിൽ വരുന്ന പല വ്യക്തികളെ, അതെന്ത് കാരണമായാലും കുഴപ്പമില്ല, നിങ്ങൾ ചോദിച്ചോളി. അതായത് ക്ലബ് ഹൗസിൽ വരുന്ന പലരും ചിലര് എത്തിസ്റ്റുകളായിരിക്കും, അഗ്നോസ്റ്റിക്കുകളായിരിക്കും, അല്ലെങ്കിൽ ബിലീവർ ആയിരിക്കും, ഫോളോവർ ആയിരിക്കും, അങ്ങനെ പലതും ഒക്കെ ആയിരിക്കും. എല്ലാം ഒന്ന് തന്നെയല്ലേ? അല്ല, അത് വ്യത്യാസമുണ്ടല്ലോ. അതെങ്ങനെ? ദൈവം പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണ്. അതെ, ഉണ്ട് എന്നുള്ളൊരു എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി ഉറപ്പില്ലാത്ത ആൾക്കാരാണ്. ബിലീവർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക എന്നതാണ്. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ മതത്തെ പിന്തുടരുക എന്നതാണ്. അല്ല, അപ്പൊ മുസാഫിർ ദൈവം ഇല്ല എന്ന് പറയുന്നതും ഞാൻ ഉണ്ട് എന്ന് പറയുന്നതും നമ്മൾ രണ്ടുപേരും ഇതിനെ കണ്ടിട്ടില്ലല്ല. രണ്ടും ഒന്ന് തന്നെയല്ലേ? അതന്നെ ചോദിക്കുന്നത്. നമ്മൾ സംസാരിക്കണമെങ്കിൽ ഒന്ന്, താങ്കൾക്ക് മാന്യമായ ഒരു പേരുണ്ടാവണം. 2, താങ്കൾക്ക് ഒരു ഐഡിയോളജി ഉണ്ടാവണം. താങ്കൾ വിശ്വാസിയല്ല? അല്ല. ഓക്കെ. നിരീശ്വരവാദിയാണ്? അല്ല. അപ്പോ സന്ദേഹവാദിയാണ്? അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടാൻ പറ്റുമോ ചോദിച്ചാല് എനിക്കതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഉറപ്പോ ധാരണയില്ല? ഇല്ല, എനിക്ക് എന്നിൽ മാത്രമുള്ള ഉറപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ലോകത്ത് കാണുന്ന ഒരു മതത്തിലോ ദൈവത്തിലോ ഗ്രന്ഥങ്ങളിലോ വിശ്വാസങ്ങളിലോ നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഇല്ല. ഓക്കെ. പക്ഷെ ഈ പറഞ്ഞത് എങ്ങനെ കൊണ്ടുപോയി കെട്ടിയാലും ഇത് അവസാനം എന്നിൽ മാത്രമേ, ഞാൻ തന്നെയാണ് ഇതെല്ലാം ഈ പറയുന്നത് കംപ്ലീറ്റ്. എനിക്ക് ഇത്ര അറിയേണ്ട കാര്യമുള്ളൂ. മിസ്റ്റർ ഷാഫിയോട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കറിയേണ്ട ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം താങ്കളോട് സംസാരിക്കുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ പറയാം. ഒരു വിരോധമില്ല. മുസാഫിർ എന്ത് സംസാരിച്ചാലും ഒരു വിരോധമില്ല. ഓക്കെ, ശരി. ഞാന് സത്യത്തിൽ നിങ്ങളെ ഈ ചാറ്റിന്റെ അവിടെ നിങ്ങളെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അങ്ങനെ നിങ്ങളെ ഫോളോ ചെയ്താണോ എന്ന് എൻ്റെ സംശയം. അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് സംസാരിക്കാം, നമുക്ക് സംസാരിച്ചിരിക്കാം, നോ പ്രോബ്ലം. ഓക്കെ. അപ്പോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സ് പറയുന്നത് എന്ത് എന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീൻ ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക,
അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ നബിമാരെ കൊണ്ട് വിശ്വസിക്കുക, പിന്നെ കഥാകഥകൾ അത് അള്ളാഹുവിൻ്റെതാണെന്ന് വിശ്വസിക്കുക. എന്റെ ചോദ്യം താങ്കളോട്, നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്ന വിശ്വാസം നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കും? ഞാൻ അള്ളാഹുവിൽ മലക്കുകളിൽ വിശ്വസിക്കണില്ലല്ല. വിശ്വസിക്കും? ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കണില്ലല്ല. ഇല്ല ഇല്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ മലക്കുകളിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല ഇല്ല. കിതാബുകളിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല നബിമാരിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല. ഓക്കെ. നിങ്ങളുടെ മാതാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മാതാവ് വിശ്വാസമല്ലല്ലോ, അതെന്റെ അനുഭവമല്ലേ. മാതാവിന്റെ ഉമ്മ അങ്ങനെ ഒരു ഉമ്മ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അത് അവിടെ അല്ല, റിയാലിറ്റി അല്ലേ, ഉമ്മ അവിടെ ഉള്ളതല്ലേ. ഉമ്മ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതെ ഉമ്മ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതെ. ഉപ്പയുണ്ടെന്നുള്ളത് ഒരു വിശ്വാസല്ലേ? അല്ല, ഉപ്പുണ്ട് എന്നുള്ളത് ആർക്ക് വിശ്വാസമാണ്? എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു വിശ്വാസമല്ല. ഞാനുള്ളത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും വേണമല്ലോ ഞാനിവിടെ ഉണ്ടാവാന്. അപ്പൊ ഓക്കെ. ഞാനിവിടെ ഉള്ളത് അല്ല, മാത്രമാണ് ഞാൻ എന്റെ ഫോക്കസ് ചോദ്യം ചെയ്യണത്. അതല്ല. എന്റെ ചോദ്യം അതല്ല. അതായത് ഒരു സ്ത്രീ മുന്നിലേക്ക് ചൂണ്ടിയിട്ട് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, മോനെ ഷാഫി, ഈ നിൽക്കുന്ന പുരുഷൻ നിന്റെ പിതാവാണ് എന്ന് പറഞ്ഞാൽ, ചൂണ്ടിക്കാണിച്ചാൽ, അതിന് നിങ്ങൾക്ക് ശാസ്ത്രീയമായ തെളിവ്, റഫറൻസ് വേണം, എവിഡൻസ് വേണം എന്നെപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ആവശ്യമില്ലല്ല. എന്തുകൊണ്ട്? കാരണം ഞാൻ ജീവിക്കണ ഭാഗത്ത് എനിക്ക് ജീവിക്കാനുള്ള എല്ലാ അവസ്ഥയും എന്നിൽ തന്നെ ഉണ്ട്. ഇനി പിതാവ് അയാളാണെന്ന് ഞാൻ വിശ്വസിക്കേണ്ട യാതൊരു കാര്യവും അവിടെ ഇല്ല. ഇങ്ങനെ ഒരു പടച്ചോനുണ്ട് എന്ന് വിശ്വസിക്കേണ്ട കാര്യവും ഇല്ല. കാരണം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ, ഞാൻ തന്നെയല്ലേ ഈ പറഞ്ഞ മുഴുവൻ. എൻ്റെ ജീവിതം ജീവിക്കാനല്ലേ ഇപ്പം മുസാഫിർ പറഞ്ഞ ഈ പടച്ചോനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പിതാവും ഇവരെല്ലാവരും ഞാൻ ഏറ്റവും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമാണ്. പിന്നെ ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടോ നോക്കിയാൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാമായിട്ട് എനിക്ക് കണക്ഷനും ഉണ്ടല്ല. പിന്നെ ഇതിന്റെ DNA പരിശോധിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഞാൻ താങ്കളോട് ചോദിക്കുന്ന കാര്യം, തെളിവുകളുടെ അഭാവത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്ത്രീയെ വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിശ്വാസം എന്ന് പറയുന്ന സംഭവം ഇല്ല. കാരണം അങ്ങനത്തെ ഒരു പൊട്ടത്തരത്തിന്റെ പുറകെ എന്തിനാ പോണേ? നിങ്ങളിപ്പോൾ പറഞ്ഞു എത്യസ്റ്റ് വ്യത്യാസമാണ്, ബിലീവേഴ്സ് വ്യത്യാസമുണ്ട്. പക്ഷെ എല്ലാവരും വിശ്വാസമല്ലേ. വിശ്വാസം എന്ന് പറയുന്നത് മുസാഫിർ വെച്ച ഫോട്ടോ മുസാഫിറിൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കണ്. കുറച്ച് കഴിഞ്ഞ് മുസാഫിർ ഫോട്ടോ മാറ്റുമ്പോൾ ഞാൻ ആ വിശ്വാസം മാറ്റണ്ടേ? അതിൻ്റെ ആവശ്യമില്ലല്ല. ഞാൻ എൻ്റെ ജീവിതം എത്രത്തോളം മനോഹരമായിട്ട് ജീവിക്കാൻ ഇനി ഈ പറഞ്ഞ പടച്ചോനാണെങ്കിലും നബിമാരാണെങ്കിലും കിതാബാണെങ്കിലും ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ശരിയാണെന്ന് പറയുന്നതിന് പകരം ഞാൻ ശരിയായിട്ട് ജീവിച്ചാൽ പോരെ? ഇത്രല്ലേ ആവശ്യമുള്ളതുകൊണ്ട്. അതല്ല ഷാഫി, മുസാഫിർ ചോദിച്ചതല്ല. മുസാഫിർ ചോദിച്ചതിനല്ല നിങ്ങൾ മറുപടി പറയുന്നത്. മുസാഫിർ ചോദിച്ചത്, നിങ്ങൾ അമ്മ ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇതാണ് മോനെ നിന്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് ചോദിച്ചത്. ഇല്ല, അങ്ങനെ ഒരു വിഷയം ഇല്ല എനിക്ക്. വിശ്വാസമില്ല. ചൂണ്ടിക്കാണിച്ച് തന്നെ ഇതാണ് പിതാവ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കില്ല. അല്ല, അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ലല്ലോ. അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവർ ആവശ്യത്തിന്റെ ചോദിക്കുക. കാര്യമല്ല ചോദിക്കണത്, ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ളല്ല ചോദ്യം. ഞാൻ വിശ്വസിക്കുമോ വിശ്വസിക്കൂല എന്നാ ഞാന് ചോദിക്കണേ. അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ലാന്നാ ഞാൻ പറയണേ. എനിക്ക് ആവശ്യമില്ലാന്നാ ഞാൻ പറയണേ. അതല്ല സുഹൃത്തെ ചോദിക്കും, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതല്ല. നിങ്ങളെ അല്ല, ഉമ്മ എന്റെ ഒരാളെ കാര്യമല്ലേ ചോദിക്കണേ. ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് നിങ്ങളെ ഉപ്പയാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കോ ഇല്ലയോ? അതാണ് അതാണ് റസാഖ് ഭായ്. ചോദ്യം. റസാഖ് ഭായ്, ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ആവശ്യമില്ല. റസാഖ് ഭായ്ക്ക് വേണ്ട ഉത്തരം റസാഖ് ഭായ് അല്ലേ പറയണ്ടേ. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കോ ഇല്ലേ, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. എനിക്ക് അങ്ങനത്തെ ഒരു അല്ല, വിശ്വാസത്തിന്റെ ഉപ്പ ആവശ്യമില്ല ആരാന്ന് എന്നാ ഞാൻ പറയണേ. ചൂണ്ടിക്കാണിച്ചു തന്നാ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? ഇതാണ് മോനെ നിങ്ങളമ്മ പറയാ നിങ്ങളോട്, ഇതാണ് മോനെ നിങ്ങളെ ഉപ്പ എന്ന് പറഞ്ഞത്, നിങ്ങൾ എന്താ ചെയ്യാ? തള്ളിക്കളയോ അതോ അക്സെപ്റ്റ് സ്വീകരിക്കുവോ? അല്ല, ഇത് രണ്ട് എന്തിനാണ് അങ്ങനെ ഒരു തള്ളിക്കളയുക അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ നടക്കുന്നത് നടക്കുന്നുണ്ടല്ല. എൻ്റെ അമ്മ എന്നോട് ഇതുവരെ അങ്ങനെ പറഞ്ഞില്ല. ഓക്കെ, ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് എൻ്റെ ബാപ്പ അല്ല, അങ്ങനത്തെ ഒരു ആവശ്യം പോലും വന്നില്ല. ഇപ്പൊ കൂടെ ഇപ്പോഴാണ് ഉള്ള മനസ്സിൽ ഓരോ നിങ്ങളപ്പോ ചോദ്യങ്ങള്. ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. ഒരാളെ ഉപ്പാന്ന് വിളിക്കുന്നുണ്ടോ നിങ്ങള്? അതെ. അതെങ്ങനെ നിങ്ങൾ വിളിക്കണേ? എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിളിക്കണേ?
അങ്ങനൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ എന്തെങ്ങനെയാണ് എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെ എന്ത് ഉത്തരാണ് അതിനൊക്കെ അല്ല പ്രതീക്ഷിക്കുന്നത്? നിങ്ങളെ ഉപ്പാന്ന് വിളിക്കണ എന്തിനാണ്? നിങ്ങളെ ജന്മം നൽകിയ ആളായതുകൊണ്ടോ അതോ നിങ്ങളെ ഉമ്മാനെ കെട്ടിയ ഭർത്താവായതുകൊണ്ടോ ഏത് നിലക്ക് നിങ്ങൾ ഉപ്പാന്ന് വിളിക്കണത്? ഞാൻ ഉപ്പാന്ന് വിളിക്കണ്ടായി ഏത് നിലയും വില അങ്ങനൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഇപ്പൊ ഏതായാലും കേൾക്കില്ലേ നിങ്ങള്? നിങ്ങള് ഉപ്പ അല്ല വിളിക്കുമ്പോ ഉപ്പാന്ന് വിളിക്കാം. അപ്പൊ നാട്ടിൽ ചെയ്യുമ്പോ നിങ്ങൾ ഉപ്പാന്ന് എല്ലാരും ഉപ്പാന്ന് വിളിക്കലുണ്ട് നിങ്ങള്? അല്ല അവിടെ അയൽവക്കത്തുള്ള എല്ലാവരും ഉപ്പാന്ന് വിളിക്കലില്ല? അതില് ഷാഫി എന്താ കുറ്റം എന്നറിയാമോ? എന്താണ് അതിൽ പ്രശ്നം എന്നറിയാമോ? മുസാഫിർക്കിന്റെ സൗണ്ട് നിങ്ങളുടെ ഇല്ല, കുറച്ച് അല്ല സൗണ്ട് കുറവാ. ആ, മിസ്റ്റർ ഷാഫി, അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മാതാവ് ഒരാളെ ചൂണ്ടിക്കാണിച്ച് നൽകിയാൽ പിന്നെ നിങ്ങൾ ആ വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി. ഈ ലോകത്തുള്ള മറ്റു പുരുഷന്മാരെയൊന്നും കുറ്റപ്പെടുത്തേണ്ടി വരില്ല. കാരണം അവർക്കാർക്കും നിന്റെ ജന്മത്തിൽ ഉത്തരവാദിത്തം ഇല്ല. ഉള്ളത് ഈ വ്യക്തിക്ക് മാത്രമാണ്. ആ അല്ല വ്യക്തിയാണോ ഞാൻ അവരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നോ? അല്ല ഞാൻ കുറ്റപ്പെടുത്തലില്ല. ഞാൻ എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാല് അല്ലെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇത്രയും മഹത്തായ ഒരു ജന്മം തന്നതിന് ഞാൻ അവരെ ബഹുമാനിച്ച് സ്നേഹിച്ചാണല്ലോ കൊണ്ടുനടക്കുന്നത്. കുറ്റപ്പെടുത്തേണ്ട ആവശ്യത്തിനാ? എൻ്റെ ജീവിതം ഞാനല്ലേ ജീവിക്കണം, അതിന് അവരെ എന്തെങ്കിലും കാര്യമുണ്ടോ? അവർക്ക് എന്തെങ്കിലും അല്ല ചെയ്യാൻ മിസ്റ്റർ പറ്റുമോ? ഷാഫി, അല്ല മിസ്റ്റർ ഷാഫി, നിങ്ങൾക്ക് നിനക്ക് ജന്മം തന്നാന്ന് ആര് പറഞ്ഞു? എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഉറപ്പ് കിട്ടിയതാ ചോദിക്കണം മുസാഫർ. ഞാൻ ജീവിച്ചിരിക്കണ്ടല്ലോ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെ ഉപ്പ ആ ജന്മം തന്നത് അതാണെന്ന് എങ്ങനെ വിശ്വസിക്കുന്നത്? അതെന്താണ് ആ വിശ്വാസത്തിന്റെ ആവശ്യം? എന്താണ് നിങ്ങളെ ആവശ്യം? എന്താണ് റസാഖ് ഭായി? പിന്നെ എങ്ങനെ ജീവിക്കലല്ലേ? ജന്മം തന്നാന്ന് നിങ്ങള് പിന്നെ പൊന്നുപോലെ നോക്കുന്നതാണ്? നിങ്ങൾ എന്തിനാ ഉപ്പാനെ പൊന്നുപോലെ നോക്കേണ്ട കാര്യം എന്താ? അല്ല ഞാൻ പൊന്നുപോലെയാണ് ഇന്നെ നോക്കണത്. പിന്നെ ഇപ്പൊ എനിക്ക് റസാഖ് ഭായിന് എല്ലാരും അങ്ങനെ അത് തന്നെ എന്തിന്റെ നോക്കാൻ പറ്റുള്ളൂ. അടിസ്ഥാനത്തിലാണ് നിങ്ങളെ നോക്കണത്? എന്തിനാണ് നിങ്ങളെ പൊന്നുപോലെ നോക്കേണ്ട കാര്യം? അല്ല ഞാൻ എന്റെ വാപ്പ നോക്കണ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ജീവിക്കണ ഭാഗത്ത് കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യവും ഇല്ല എന്നാ പറഞ്ഞത്. നമ്മള് കുറ്റപ്പെടുത്തുന്ന വിഷയമല്ലേ അല്ല ചോദിക്കുന്നത്. നിങ്ങൾ നമ്മുടെ അതാണ് വിശ്വാസത്തിന്റെ ഇപ്പൊ കാര്യമില്ല. നിങ്ങൾ പറഞ്ഞത്. മലക്കളെ കൊണ്ട് ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഇതെന്താ ഗ്രന്ഥങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അതൊന്നും അപ്പൊ നിങ്ങൾ ഉപ്പാനെ കൊണ്ട് നിങ്ങൾ ഉപ്പ ഇതാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കാന്നാണ് ചോദിക്കണത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിശ്വസിക്കണില്ലാന്ന്. അപ്പൊ നിങ്ങൾ എനിക്ക് ഒരാളെ അവരെ കൊണ്ട് ഉപ്പാന്ന് വിളിക്കുന്നുണ്ടോ? അല്ല ഉപ്പാന്ന് വിളിക്കണത് എന്റെ ആവശ്യമല്ലേ, ആ ആവശ്യം കൃത്യമായിട്ട് നടക്കണുണ്ടല്ലോ. അതെ അതെ, ആ ഉപ്പാന്ന് എന്തിനാണ് നിങ്ങൾ വിളിക്കുന്ന ആ വ്യക്തിയെ? എന്താ നിങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം എന്താ? അല്ല അത് വിളിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടോ? അല്ല എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിളിക്കണത്? വെറുതെ വിളിക്കപ്പോ ഒരാളെ ഒട്ടും കൂടെ പോണ ആളുകൾ വെറുതെ ഉപ്പാന്ന് വിളിക്കുവോ? അല്ല അത് വിളിക്കാനുള്ള ആ, കാരണം അവിടെ ഉള്ളോണ്ടല്ലേ വിളിക്കണേ. അത് അതാണ് ചോദിച്ചത്. ഒരിക്കലും എന്താണ് കാരണം എന്ന് ചോദിച്ചത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിളിക്കണേ? അല്ലാതെ എന്തിനാണെന്ന് ചോദിക്കുമ്പോ ആ എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങളെ പറയാൻ കാരണം ഉണ്ടായതുകൊണ്ട് വിളിക്കുന്നതല്ല. കാരണം പറഞ്ഞു തരി, നിങ്ങൾ എന്തിനാണ് വിളിക്കണേ? അല്ല നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ പറയണത്. അതായത് ബാപ്പനെ എന്തുകൊണ്ട് ഉപ്പാന്ന് ഇപ്പൊ ഷാഫിയാണ് വിളിക്കുന്നത്. പറഞ്ഞത് അങ്ങനെ വിളിക്കാനുള്ള കാരണമുണ്ട് എന്ന്. എന്താണ് കാരണം എന്നാ ചോദിക്കണേ? അല്ലാതെ അങ്ങനെയാണ് വിളിച്ചു പോന്നത്. എന്തോ ഒരു കഷ്ടമാണ്. വിളിക്കാനുള്ള കാരണം ഉണ്ടെന്നല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഇത് ഒരു പുതിയ അതന്നെയാണ് ആ ആളാണല്ലോ കാരണം പറഞ്ഞത്. എന്താണ്? ബൈജു എന്തോ പറയണ്ടേ. എനിക്ക് ആ ബൈജുന് ഏ മനസ്സിലാവും. എങ്ങനെ എന്താണ്? റസാഖ് ഭായി, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ? ആ ബൈജു പറയും. ആ സംസാരിച്ചോളി. ഇത് പുതിയൊരു അടവാണല്ലോ. ഞാൻ ആദ്യമായിട്ട് ക്ലബ് ഹൗസിൽ ഇങ്ങനെ കേൾക്കുന്നതായിട്ടോ. സാഫിനെ പോലത്തെ ഒരാളെന്നെ എന്ത് പറ്റി? എന്തൊക്കെയോ സൗണ്ടുകൾ വരുന്നു. വണ്ടിയിലാണോ? കാറിന്റെ സീറ്റ് ബെൽറ്റ് എന്തോ സൗണ്ട് ഉണ്ട്. സാഫി, ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി റിട്ടേൺ ഫോളോ ചെയ്യണേ. ബൈജുന്റെ ഫോട്ടോ അടിപൊളി കൊണ്ട. സാഫി, ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഓ എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. നിങ്ങളെ ഓക്കെ ഓക്കെ. സംസാരം ഒന്ന് തിരിച്ച് കേൾക്കാൻ ഫോളോ ചെയ്ത് വേണ്ടിട്ടാ. ചെയ്ത് അടിപൊളിയാണല്ലോ നിങ്ങള്. എല്ലാരും അടിപൊളി തന്നെയല്ലേ? ഇവര് ചോദിക്കണത് ഇങ്ങനെയും കുറച്ച് കാര്യം എന്തുകൊണ്ട് ഷാഫി വിശ്വസിക്കണില്ല. എന്തിനാ നമ്മളിതൊക്കെ വിശ്വസിച്ചാണ്ട് വെറുതെ പാടുവിടണേ? നമുക്ക് നല്ലൊരു ജീവിതം ഇത് ചാടി സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിച്ചാ പോരെ? ഇതെല്ലാം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് ചർച്ച ചെയ്യാനും ക്ലബ് ഹൗസിൽ സംസാരിക്കാനും ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഇതും വെച്ചിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും കിടക്കണ പടച്ചോനും വേണ്ടിയിട്ട് ഞാനും ബൈജു അടി വെച്ചിട്ട് നമ്മളെ രണ്ടുപേരെയും നശിപ്പിച്ചിട്ട് പടച്ചോൻ ആരോടെങ്കിലും പറഞ്ഞോ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്യണമെന്ന്? ആരും പറഞ്ഞില്ല. ഇത് ഇരിക്കുന്നിടത്ത് സ്വസ്ഥമായിട്ട് എന്ത് പറ്റി? എന്ത് താഴത്ത്? ആരെ താഴത്ത്?
മുസാഫിർ ഭായാ? ഇല്ലില്ല, ഞാൻ ആരും താഴെയിട്ടില്ല. ഞാൻ ആരും താഴെയിട്ടില്ല. ഞാൻ ആരെയും താഴെയിട്ടില്ല. താഴെ പോയതായിരിക്കും. ഞാൻ ആരെയും താഴെയിട്ടില്ല. ആരിട്ട്? എന്ത് പറ്റി? മുന്നിൽ അല്ല ഹലോ, മൂറ്റ് ഓഡിയൻസിലേക്ക് മാറ്റി അറിയാതെ കൈ നിങ്ങൾ തട്ടി സ്വമേധയാ പോയതാണോ താഴിട്ടതാണോ? അല്ല, കൈ തട്ടി പോയതാവും. നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ, നമ്മളൊന്നും ചെയ്തില്ല. അത് ചിലപ്പോൾ കൈ തട്ടി നോക്കിയപ്പോഴേ പ്രൊഫൈൽ നോക്കിയപ്പോഴേറ്റ തട്ടിപ്പോയതാവും. അല്ലല്ല, മുനീർക്ക് വേറൊരാൾ വന്നില്ല അതില്. മുനീർക്കാൻ ഒരാൾ വന്നിരുന്നു, ആ അതെന്തേക്കരം. ഞാൻ കണ്ടില്ല. എന്നാൽ ഞങ്ങൾ രണ്ടാളെ കണ്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ജീവിക്കണ എന്തിനാ സുഹൃത്തെ? നിങ്ങളിപ്പോ ജീവിക്കണമെങ്കിൽ ഒരാൾ നിങ്ങൾക്ക് ഒരു ജന്മം തന്നിട്ടല്ലേ? അല്ലാപ്പൊ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയോ? നിങ്ങൾ പറഞ്ഞ ജോലിയായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ കഴിയോ? അല്ല, ജന്മം തന്നല്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ എത്തിയത്. എനിക്ക് 38 അതെ, ആ 39 ജന്മം വയസ്സ്. തന്നില്ല നിങ്ങൾക്ക്. ജന്മം തന്നവനക്ക് ആരാ ജന്മം നൽകിയത്? അല്ല, ആർക്ക് തന്നാലും ഇത് ജന്മം കിട്ടിയില്ല, ഞാൻ ജീവിക്കല്ലേ വേണ്ടി. അല്ലാതെ ഇത് എന്തിനാ, ആരാ ജന്മം സുഹൃത്തെ തന്നത്? സുഹൃത്തെ നിങ്ങൾക്ക് ജന്മം തന്നുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് ഭൂമി ജീവിക്കണു. ഓക്കെ. അതെ. ആ ജന്മം തന്നവനക്ക്, നിങ്ങൾക്ക് ജന്മം തന്നവർ ഒരാൾ ഉണ്ടല്ലോ. അല്ല, അത് എന്റെ വിഷയമല്ലല്ലോ. എന്ത്? അവരില്ലെങ്കിൽ നിങ്ങളില്ലല്ലോ. വിഷയം അതല്ലേ വിഷയം. അത് അല്ല, വിഷയമില്ലാതെ അങ്ങനെ. അത് നമ്മളില്ലല്ലോ എന്ന് പറയുമ്പോ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഈ ഭാഗല്ലേ നമ്മൾ നോക്കണ്ടേ? പ്രസാദ് അതെ, ഭായ്. ഉള്ളതുകൊണ്ടാണല്ലോ ചോദിക്കണത്. ഇല്ലേ ഇപ്പൊ നിങ്ങൾ ചോദിക്കൂലല്ലോ. അതെ. ഈ ചോദ്യം ഉണ്ടാവോ? അപ്പൊ ആ, എന്നോട് ഇന്റെ കാര്യങ്ങളല്ലേ ഇതിന്റെ മുമ്പ് ആരാ തന്നതെന്ന് ചോദിച്ചാൽ എനിക്കതിനെ പറ്റി യാതൊരു പിടുത്തവും ഇല്ല. അല്ല. അപ്പൊ ഇല്ല. അവനക്ക് അങ്ങനെ ജന്മം നൽകിയവനങ്ങനെ നോക്കി നോക്കി ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഒരാളിൽ എത്തും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ല, എന്ത് കാര്യത്തിനാണ്? അല്ല, നിങ്ങളിപ്പോ ഇത്രയും അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ ഒരു കാരണക്കാരൻ ഒരാൾ വേണല്ലോ. അല്ല, റസാഖ് ചുമ്മാ സാഹിബ്, നിങ്ങള് റസാഖ് ജീവിക്കല്ലോ. സാഹിബ്, ഒരു മിനിറ്റ്, ആ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇപ്പൊ ഞാനിപ്പോ വിളിക്കാണ് ആ. ഷാഫി എന്ന് ഞാൻ വിളിക്കാണ്. അപ്പൊ നിങ്ങൾ പറയാണ് ഞാനിവിടെ ഉണ്ട്, ആ ഞാനിവിടെ ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ ഞാൻ പറയാണ് നിങ്ങളോട്, നിങ്ങളിവിടെ ഉണ്ട് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അതെ. നിങ്ങൾ എങ്ങനെ ഉണ്ടായി? അല്ല, ഞാൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഭാഗം എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. മുസാഫിർ ഭായ് മുക്ക് അതുപോലെ അതായത് തന്നെയല്ലേ. അപ്പം തിന്നാൻ, കുയ്യ എണ്ണണ്ട അപ്പം തിന്നാൻ മതി എന്നാണ് നിങ്ങൾ പറഞ്ഞല്ലേ? അത്രല്ലേ ആവശ്യമുള്ളൂ. പക്ഷെ അപ്പം തിന്നാൻ നിങ്ങൾക്ക് തൊള്ള തന്ന വേറൊരാളാ. അത് നിങ്ങൾ മറക്കണ്ട. ചുമ്മാ നിങ്ങൾ ഉണ്ടാക്കി വെച്ച തൊള്ള അല്ല നിങ്ങൾക്ക്. അല്ല പല്ല് നിങ്ങൾ റസാഖ്, ഉണ്ടാക്കിയതല്ല. തൊള്ള ആ. തന്നത് എന്തിനാണ്? തിന്നാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അത് ഏറ്റവും ഭംഗിയായിട്ട് തിന്നുമ്പം ആ തന്നവൻ എന്താണോ ആ തന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് അവിടെ നടക്കില്ലേ? അത്രല്ലേ ആവശ്യമുള്ളൂ. അതിനിടക്ക് വേറെ സംഗതികളൊക്കെ ഉണ്ട്. അതെന്താണ്? അല്ല, ആ, ഉസ്താദ് അസ്സലാമു അലൈക്കും. ഉസ്താദ് അസ്സലാമു അലൈക്കും. നിങ്ങള് വലൈക്കുമുസ്സലാം. ഞാനേ യാത്രയിലാണ്, ശരി. ബസ്സിലാണ്. ഓക്കെ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ശരി, ശരി. ഷാഫിക്ക, ഷാഫിക്ക് തന്നെയല്ലേ? പേര് ഷാഫി തന്നെയാണോ? അതെ, അതെ, പേര് ഷാഫിയ. പേര് മുഹമ്മദ് ഷാഫിയ. അപ്പൊ എങ്ങനെ ഇപ്പൊ നിങ്ങളെ വിളിക്കാ? ഷാഫിക്കാന്ന് വിളിക്കണോ, ഷാഫി ഏട്ടാന്ന് വിളിക്കണോ, ഷാഫി അച്ചാന്ന് വിളിക്കണോ, അല്ല ഷാഫിന്ന് വിളിക്കണോ? നിങ്ങൾ തെണ്ടീന്ന് വിളിച്ചാലും പട്ടീന്ന് വിളിച്ചാലും ഷാഫിന്ന് വിളിച്ചാലും മോനേന്ന് വിളിച്ചാലും ഒക്കെ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് വിളിച്ചെന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളല്ലേ വിളിക്കണേ, നിങ്ങളെ മൂഡിനനുസരിച്ചല്ലേ. ശരി, ശരി, ശരി. ഇപ്പൊ നാളെ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? ഇന്നത്തെ പോട്ടെ. ഇന്ന് ഏറ്റവും സമാധാനത്തിലുള്ളത് അത് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉള്ളത്. എന്താ നാളത്തെ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ കഴിയില്ല? എന്താ കാരണം? എന്താ? അല്ല, നാളെ എന്നൊക്കെ പറയണേ നമ്മളെ തോന്നലല്ലേ. ഇപ്പം ഉള്ളത് ഇങ്ങനെ തുടരുന്നല്ലേ, അത് തുടരുന്നത് നോക്കിയാൽ പോരെ. നാളെയും മറ്റന്നാളൊക്കെ ആ അത് ആ തോന്നൽ നിങ്ങൾക്ക് ഒരു തോന്നൂല. നാളെ എന്നൊരു തോന്നൂല. അതെങ്ങനെ നിങ്ങൾ ജീവിക്കുക? അല്ല, ഞാൻ ഇന്ന് ജീവിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ പിന്നെ നാളത്തെ ഭാഗമില്ലല്ല. അങ്ങനെ എന്നു തന്നെയല്ലേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇന്ന് സ്വസ്ഥമായിട്ട് എങ്ങനെ? ഇരിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് വേറെ സ്വസ്ഥമാവും. നിങ്ങൾ ഉച്ചക്ക് ചോറ് കഴിച്ചോ? ആ, ഉച്ചക്ക് ചോറ് കഴിച്ചു. രാത്രി ഭക്ഷണം കഴിച്ചോ? രാത്രി ഇന്ന് കഴിച്ചില്ല, ചിലപ്പം കഴിക്കും. എന്തിനാ കഴിച്ചു നിങ്ങള്? ഇപ്പോഴും ഉച്ച തന്നെയല്ലേ? നിങ്ങൾ കഴിച്ച് രാത്രിത്തെ ഭക്ഷണം എന്തിനാ കഴിച്ച്? അല്ല, അത് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണോ വിശപ്പൊക്കെ?
ആ തീരുമാനം തന്നെയാണ് ചോദിക്കണം. നാളെ നിങ്ങൾ വന്നാ എന്താ അങ്ങനെ കഴിക്കാന്നില്ലെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ ജീവിക്കാന്ന് നാളത്തെ എന്റെ ചോദിച്ചത്. അടുത്ത് ഇല്ലല്ലോ. നിങ്ങളിപ്പോ രാത്രിക്കത്തെ കാര്യം ഇപ്പൊ രാത്രി അതല്ലേ ആയിട്ട് നമുക്ക് പറയാൻ ചോദിച്ചത്. സാധിച്ചു. അപ്പൊ അതല്ലേ ഞാൻ ചോദിച്ചത്. എന്താണ് ഉച്ചക്കത്തെ നിങ്ങൾ കഴിച്ചു, രാത്രി എന്തിനാ നിങ്ങൾ കഴിച്ചത്? രാത്രി എന്തിനാ കഴിച്ചു? നിങ്ങൾ ഉച്ചക്കത്തെ കഴിച്ചത് ഉണ്ടായിരുന്നാ പോലെയാ. നിങ്ങളിപ്പോ ചോദിക്കാണ് നാളെ കഴിക്കുവെച്ചാൽ അതിനിപ്പോ ഞാനെങ്ങനെ ഉത്തരം പറയാന്നുള്ളൂ നിങ്ങൾ പറഞ്ഞേ. അസ്സലാമു അലൈക്കും. എന്തുകൊണ്ട്? എന്താ നിങ്ങൾ കഴിയാത്ത? നിങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിച്ചാ പോരെ? എന്താ കഴിയാത്തതിന്റെ കാരണം എന്താ? അസ്സലാമു അലൈക്കും. അലിസ്ലാം. എന്താ നിങ്ങൾ കഴിയാത്ത കാരണം എന്താ എന്താണ് സാഫിയ? നാളെ നാളെ എങ്ങനെ ജീവിക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അല്ല നാളെ എന്റെ സംബന്ധിച്ച് നാളെ ഇല്ലല്ല. നിങ്ങൾ ഉരുളല്ല, ചോദിച്ചതിന് മറുപടി പറയും. ആദ്യം പറഞ്ഞു അല്ല നാളെ ജീവിക്കണമെങ്കിൽ ഇന്ന് എങ്ങനെ നിങ്ങൾ ജീവിക്കുന്ന ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തില്. അല്ല ജീവിക്കണേന് എവിടെയെങ്കിലും ഇത് എപ്പോഴെങ്കിലും നിർത്തിയിട്ട് ഇന്ന് നാളെ അങ്ങനൊക്കെ ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. അല്ല, ഉണ്ടോ? ഷാഫിക്കാക്ക് നാളെ ജീവിക്കുന്നതിനെ പറ്റി ഒരു ഒരു കണക്കൊന്നുമില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇല്ല ഒരു ഇതിലില്ല. മിനിറ്റ് ഒരു മിനിറ്റ്. ഷാഫിക്ക നാളെന്നുണ്ട്, നാളെന്നുണ്ട് ആയിക്കോട്ടെ. പറയ്. എങ്ങനെ ജീവിക്കും അല്ല നിങ്ങള്? നാളെ ഉണ്ട് എന്ന് റസാഖ് ഭായി ആണ് പറഞ്ഞത്. എങ്ങനെയാണ് ആ നാളെ എന്നുള്ള ഞാനല്ല സംഗതി പറയണത്, ലോകം ഇവിടെ ലോകത്തുള്ള സകല മനുഷ്യരും പറയും ആയിക്കോട്ടെ, നാളെ ഉണ്ട് എന്നുള്ളത്. കുഴപ്പമില്ല. ആ നാളെ ഇല്ലാതെ നിങ്ങളാണ് പറഞ്ഞത് എങ്ങനെ? അല്ല ഞമ്മക്ക് അതിനുള്ള അല്ല, കപ്പാസിറ്റി ഇല്ല. നാളെ ഞങ്ങളെ നാട്ടിൽ നാളെ ചൊവ്വാഴ്ച ഇല്ലാതെ ഉണ്ട്. പറഞ്ഞ ആകെ ലോകത്തിലെ ഏക വ്യക്തി സാഫിയാണ്. ഉം. ലോകത്തിൽ നാളെ എന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആള് ഏക വ്യക്തി ഷാഫി മാത്രം. നീ പറയും അല്ല ഞാൻ എങ്ങനെ എങ്ങനെ നാളെ പറയാനാണ്? നിങ്ങൾ ജീവിക്കാം? ഒന്നില്ലാതെ എങ്ങനെ ജീവിക്കാം? അടിച്ചുപൊളിച്ച് ജീവിക്കാല്ല പറഞ്ഞത്. നമ്മള് നാളെ എങ്ങനെ ജീവിക്കില്ലേ? നിങ്ങൾ ജീവിക്കും? എങ്ങനെ? അങ്ങനെ ഒരു ചോദ്യം ഇല്ലേ? എന്തുകൊണ്ട്? എങ്ങനെ ജീവിക്കും നിങ്ങള്? എന്തുകൊണ്ടാണ് നാളെ നിങ്ങൾ അടിച്ചു പൊളിക്കുക? അല്ല എന്തിനാണ് അങ്ങനെ ഒരു ഭാഗം? ഇപ്പൊ ഇത് ജീവിക്കണ ഭാഗം വാദ മാത്രല്ലേ ഉള്ളൂ. എന്ത് വാദം? ഇപ്പൊ എങ്ങനെ നിങ്ങൾ ജീവിക്കണേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കണേ? കാരണം ഇപ്പൊ ഇങ്ങനെയാണ്. ഇത് വേറെ എന്താ ചെയ്യാനുള്ളത് ഇതില്? ഇനി ഇടക്കാറായിട്ട് അത് ജീവിക്കണം. എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്? എങ്ങനെയാണ് പറയും? ഇപ്പൊ ഈ കറന്റ് ഇപ്പൊ ഈ സ്പോട്ടിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം? അടിച്ചു പൊളിച്ച് ജീവിക്കാന്നല്ല, എങ്ങനെ നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞാൽ. എങ്ങനെ ജീവിക്കണം? നിങ്ങളും ജീവിക്കുന്നല്ലേ? എന്റേതല്ല ചോദിച്ചത്, നിങ്ങളാ ചോദിച്ചത്. എനിക്ക് ഇത് ഈ അള്ള ഉണ്ട്, അള്ള തരുന്ന പിന്നെ കഴിവുകൊണ്ടോ അള്ള തരുന്ന ഭക്ഷണം ഭക്ഷിച്ചു ഞാൻ ഉം. ജീവിക്കണു. റസാഖ് ഭായി നിങ്ങളല്ല, ഞാൻ ഒന്ന് നിങ്ങൾക്ക് അതൊന്നും ചോദിച്ചോട്ടെ ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ മൂപ്പരടുത്ത്? എങ്ങനെ ജീവിക്കണം എന്നാ ചോദിക്കണേ? ഞാൻ എങ്ങനെയാണ് അതിന് ഉത്തരം എനിക്കറിയില്ല. എങ്ങനെ പറഞ്ഞു തരേണ്ടത്? ജീവിക്കണത് എങ്ങനെയെന്ന് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ പറഞ്ഞുതരാം. ജീവിക്കണമെന്ന് പോലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ജീവിക്കണത് ഇപ്പം ഓക്കെ, നമ്മൾ വിശക്കുമ്പോ ഭക്ഷണം കഴിക്കണ്, ആ നമ്മളിലുള്ള ഭക്ഷണം എവിടെ ശ്വാസം നിന്ന് കിട്ടി? എടുക്കുന്നുണ്ട്. എന്തോ ആ ശ്വാസം വലിക്കാൻ ഓക്സിജൻ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ ഇവിടെ ഉള്ളത് തന്നെയല്ലേ? നമ്മൾ ഉണ്ടാക്കണമൊന്നുമല്ലല്ലോ. നിങ്ങളതൊക്കെ ആര് അവിടെ എങ്ങനെ? ആര് ആര് ഉള്ളത് ഇവിടെ? ആരുണ്ടാക്കി? തന്നെ ഉണ്ടായതാ? അല്ല ആരുണ്ടാക്കിയെന്നുള്ള നമ്മളെ വിഷയമല്ല. നമ്മത് വലിക്കലാണല്ലോ ആവശ്യം. അത് നടക്കണ്ടല്ലോ. അത് അത് ഒരു ഞൊണ്ടിഞ്ഞായല്ലേ? ആ. റസാഖ് ഭായി ഞാൻ അതൊക്കെ ഒന്ന് ഞാൻ ഞൊണ്ടിഞ്ഞായ ചോദിച്ചോട്ടെ എന്നാണല്ലേ? റസാഖ് ഭായി പ്ലീസ്? ഉം. ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ. എവിടെയാണ് ഷാഫി ഭായി നിങ്ങൾ ഇത്ര കാലം ഉണ്ടായിരുന്നത്? നമ്മളിവിടെ ഉണ്ട് കുറെ കാലം. മലപ്പുറത്താണ്. ഇപ്പൊ ഇവിടെ ആതിരപ്പള്ളി ഞാൻ തൃശ്ശൂരാണ്. സ്ഥലമല്ല ചോദിച്ചത്, നിങ്ങൾ ഉം. ക്ലബ് ഹൗസിൽ ആദ്യമായിട്ടാണോ? അല്ലല്ല, ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ക്ലബ് ഹൗസിലുണ്ട്. അപ്പൊ ഈ പേരിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്? ഓ ഇതേ പേര് തന്നെ. നിങ്ങൾ ഫോട്ടോ എവിടെയെങ്കിലും നോക്കിയോ? സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഗ്രൂപ്പിൽ വന്നിട്ട്? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. ആ ഞങ്ങൾ സംസാരിക്കലൊക്കെ ഉണ്ട്. ബോധം ഗ്രൂപ്പ്, വണ്ടർഫുൾ ലിവിങ്, അങ്ങനെ കുറച്ച് നിങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് വിജയ മൂപ്പര് സംസാരിച്ചതെന്ന് പറഞ്ഞേ? ട്രാഫിക് വിജയൻ എന്താ മനസ്സിലായത്? അല്ല, ഇതുപോലെ ഒരു എന്തേ ഞാൻ ചോദിച്ചിരുന്നതിന് മൂപ്പര് മറുപടി പറഞ്ഞിക്കണോ? ഇല്ലില്ല, ഞാൻ അതല്ല, ഞാന് മൂപ്പര് പിന്നെ മറുപടി അല്ല. എന്ത് പിന്നെ എന്ത് സംസാരിച്ചാ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ഒന്ന് ഇവിടെ ചോദിച്ചോട്ടെ റസാഖ് മുസാഫിർ ഭായി? ചോദിച്ചു, ഒരക്ഷരം മറുപടി മൂപ്പര് പറഞ്ഞില്ല. ഞാൻ റസാഖ് ഭായി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഒന്നിനും മറുപടി ഒരു പറഞ്ഞില്ല. പിന്നെ എന്ത് ഒരു മിനിറ്റ് സംസാരിച്ചത് താങ്കൾ പറഞ്ഞത്? ഞാൻ ഞാൻ മനസ്സിലാക്കിയ ഉത്തരങ്ങൾ കേട്ടോട്ടെ. ആ, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നില്ല, അതല്ല. ഈ ഷാഫി ഭായി ഇതിനു മുമ്പ് ഏതൊക്കെ ഗ്രൂപ്പിലുണ്ടായിരുന്നു നിങ്ങള്? ഞങ്ങള് വണ്ടർഫുൾ ലിവിങ് ഉണ്ട്. ഞാൻ എല്ലാ ഗ്രൂപ്പിലും കയറി നോക്കും. ഇത് പിന്നെ ഞാൻ മുസാഫർ ഇടയ്ക്ക് ചാറ്റ് ഇടുന്നോണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത് ഇത്രയും ഒരു വ്യക്തതയായിട്ട് മറുപടികളും കാര്യങ്ങളും പറയുന്നത്. ഒന്ന് ദേഷ്യം പിടിക്കാതെ. വ്യക്തമായിട്ടുള്ള ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നു. ബിജു പറഞ്ഞു വ്യക്തതയോട് മറുപടി പറയണ്ടത്. എന്ത് മറുപടി പറഞ്ഞു? ബിജുന് എന്താ മനസ്സിലായി? ഒന്ന് പറഞ്ഞേ. നാളെ മൂപ്പരടുത്ത് ഒന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞ ആളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിരുന്നു.
നിങ്ങളൊക്കെ ബുദ്ധി എന്ത് ബുദ്ധിയാ നിങ്ങൾക്ക് മനസ്സിലായില്ല. നാളെ ഒന്നുമില്ലേ ബൈജു നിങ്ങൾക്ക്? ഞാനൊന്നും പറയാല്ലേ, ഞാൻ ഇതിന് വാദിക്കല്ല. അല്ല ബൈജു ഇപ്പൊ പറഞ്ഞ ബിജു ഇപ്പൊ പറഞ്ഞല്ലോ, വ്യക്തമായിട്ട് മറുപടി പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ലാന്ന്. ബിജു അത് മറ്റേ ട്രോൾ ചെയ്താണോ? അത് അത് എനിക്ക് തോന്നിയതാണ്. അല്ല എന്റെ ട്രോൾ തോന്നലില് ചെയ്താണോ നിൽക്കുക? എനിക്ക് അത് നാളെ ഒന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തമായ മറുപടി ആ പറഞ്ഞ ആളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. എനിക്ക് അത്ഭുതം തോന്നി, അതുകൊണ്ട് ചോദിച്ചാ. നിങ്ങൾ ട്രോൾ ചെയ്താണോന്ന് സംശയം. ഇല്ല റസാഖ് ഭായി, ഞാൻ മൂപ്പരുടെ സംസാര രീതിയെ കണ്ടത്, അതിന്റെ വ്യക്തത ഞാൻ കേട്ടത്. അത് ഓരോരുത്തർക്കും അല്ല മനസ്സിലാക്കുന്ന ഓരോ നിങ്ങൾക്ക് വിധത്തിലല്ലേ. നാളെ ബിജുവിന്റെ അഭിപ്രായം നാളെ ഒന്നും ഇല്ലേ? ഉണ്ടോ? അതില്ലേ? അത് എന്നോട് ചോദ്യം ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാൻ പാമരനാണ്, എന്നോടല്ല ചോദിക്കണ്ട്. അല്ല ഷാഫി നാളെ ഭായി ഒന്നും ആയിരുന്നു ഉണ്ടോന്ന് കറക്റ്റ് വെച്ചാൽ ആയിട്ട് അതിപ്പോ പറഞ്ഞു. അതിനിപ്പോ ഐ എസ് കറക്റ്റോട് ചെന്നപ്പോ എനിക്ക് ചോദിക്കാൻ പറ്റുമോ നാളെ ഒന്നും മൂ- ഉണ്ടോന്ന് ചോദിച്ചാല്? മൂപ്പര് അത് എവിടെയാണ് പാമരനോ പണക്കാരനോ റസാ- IAS അങ്ങനൊന്നുമില്ലല്ലോ. റസാഖ് ഭായി, മൂപ്പര് എവിടെയാണ് നാളെ ഒന്നത് ഇല്ല എന്ന് പറഞ്ഞത്? മൂപ്പര് പറഞ്ഞത് നാളെ പറ്റി ചിന്തിക്കില്ല എന്ന് പറഞ്ഞു. അത് എവിടെയാണ് നിങ്ങൾ കേൾക്കാതെ പോയി? മൂപ്പര് പറഞ്ഞത് സാബിർ നാളെ ഭായ്, പറ്റി നാളെ ഒന്നും ഇല്ലാന്ന് ഈ ഷാഫി പറഞ്ഞിരുന്നോ? ഷാഫി പറയട്ടെ. ഷാഫിയെ പറയട്ടെ. ഷാഫി പറഞ്ഞത് ഷാഫിക്ക പറഞ്ഞിരുന്നോ അങ്ങനെ? നാളെ നാളെ പറ്റി ഒന്നും ഇല്ലാന്ന് ചിന്തിക്കില്ല എന്ന് ഷാഫിക്ക പറഞ്ഞു. പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ അതിന്റെ വിഷയം പോലും അല്ല എന്നാ. നാളെ ഉണ്ടെങ്കിൽ നാളെ നോക്കട്ടെ എന്നാ പറഞ്ഞത്. കറക്റ്റ് ഞാൻ അല്ലേ? നോക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞില്ലേ? നാളെ ഇല്ല എന്നല്ലല്ലോ പറഞ്ഞേ. അല്ല നാളെ ഒന്നും ഇല്ലെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ ലോകത്തുള്ള സകല ആൾക്കാരും നാളെ ഒന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എവിടെ ആൾക്കാരാണെന്ന് വരെ ഷാഫി പറഞ്ഞു ഭായി ഞാൻ അത് മറുപടി. പറഞ്ഞില്ലല്ലോ റസാഖ് ഭായി? എന്താ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിക്കണേ? പിന്നെ ഞാൻ എന്തിനാ പറഞ്ഞത്? നാളെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ ഏക വ്യക്തി നിങ്ങളാണെന്ന് ഇത് വരെ പറഞ്ഞു നാളെ ഞാൻ. പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാ പറഞ്ഞത്. അല്ലല്ല, ചിന്തിക്കേണ്ട കാര്യമൊന്നല്ല. അത് പറഞ്ഞിരിക്കാം, ഇതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത്? പറഞ്ഞാണ് നാളെ ഒന്നും ഇല്ല എന്ന് പറയുന്ന ആദ്യ ഏക വ്യക്തി ഷാഫിയാണെന്ന് വരെ ഞാൻ പറഞ്ഞു. നാളെ പറ്റി റിപ്ലൈ കേട്ടോക്കി. ചിന്തിക്കണ്ടെന്നാ മൂപ്പര് പറഞ്ഞത്. അത് അങ്ങനെ ഞാൻ കേട്ടത്. പറഞ്ഞിരിക്കണ ഇല്ലാന്നല്ല, ഇതും പറഞ്ഞിട്ടുണ്ട്. നാളെ ഒന്നും ഇല്ല എന്ന് മൂപ്പർ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ വ്യക്തി ഏക വ്യക്തി നിങ്ങളാണെന്ന്. അതിന് ഷാഫി ഉത്തരം റിപ്ലൈ പറയും. കേട്ടോക്കി. റിപ്ലൈ കേട്ടോക്കി. ഷാഫി പോയോ? അല്ല, ഞാൻ ഇവിടെ ഉണ്ട്. എനിക്ക് മനസ്സിലായത് ഷാഫി പറഞ്ഞത് നാളെ കുറിച്ച് ചിന്തിക്കണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ നാളെ നാളെ എന്ന് പറഞ്ഞ സാധനം ഇല്ലാന്നാണ് ഷാഫി പറഞ്ഞത്. അല്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ നാളെ. ഞാനിപ്പോഴുള്ള അവസ്ഥ ഇങ്ങനെ കറക്റ്റ് അല്ലേ ഒപ്പിച്ച് ജീവിച്ചു പോണ ഒരാളാണ്. റസാഖ് ഭായി? മതിയില്ലേ? കറക്റ്റ് അല്ലേ? ഇപ്പൊ മതിയില്ലേ? കറക്റ്റ് അല്ലേ? നാളെ പറ്റി മൂപ്പര് കണ്ടിട്ടില്ല, ഞാൻ ശരിയല്ലേ? കണ്ടില്ലേ? അപ്പൊ അപ്പൊ അത് കറക്റ്റ് അതന്നെ അല്ലേ? ചോദിച്ചു. അത് നേരത്തെ പറഞ്ഞു നാളെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇല്ല നാളെ ഇല്ലാന്നല്ലല്ലോ ഒന്നും പറഞ്ഞേ. ഇല്ലെന്ന് പറഞ്ഞ ലോകത്തിലെ ഏക വ്യക്തി നാളെ ഷാഫിയാണെന്ന് പറയാൻ കാരണം ഇല്ലെന്നല്ല പറഞ്ഞ റസാഖ് ഭായി. നാളെ കുറിച്ച് ആണെന്ന്. മൂപ്പർക്ക് അല്ലാന്ന് അറിയില്ല. പറഞ്ഞെങ്ങനെ? അങ്ങനെ തന്നെ നാളെ പറഞ്ഞത്. എന്താന്ന് അറിയില്ല. നാളെ നാളെ നിങ്ങൾ ഇതുവരെയും എങ്ങനെ കണ്ടിട്ടില്ല എന്നല്ലേ. ജീവിക്കും? ഇത് കേക്ക് ബിജു, ഇത് കേക്ക്. നാളെ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചോ. നാളെ ഒന്നും ഇല്ലല്ലോ എന്നാ പറഞ്ഞേ. നാളെ പറ്റി അറിയില്ല എന്നാ പറഞ്ഞേ, ഇതുവരെയും കണ്ടിട്ടില്ല എന്നാ പറഞ്ഞേ. അല്ല അല്ല റസാഖ് ഭായി അല്ല, കണ്ടിട്ടുണ്ടോ നാളെ? തർക്കിക്കണ്ട. റിപ്ലൈ കേട്ടോ. നാളെ കാണുന്നുള്ള ഉറപ്പല്ലേ? നാളെ കാണൂല അത് നാളത്തെ നിങ്ങൾ സങ്കല്പല്ലേ നാളെ ഉണ്ട് എന്നുള്ളത്. സങ്കല്പ. പിന്നെന്താ? പിന്നെന്താ? നാളെ നിങ്ങൾക്ക് രാവും വരുന്നുള്ളത് മനുഷ്യന് നിങ്ങൾക്ക് ജീവിതത്തിൽപ്പെട്ടതല്ലേ ഉറപ്പാണോ? രാവും പകലും, നാളെയും മറ്റന്നാളും ഇന്നലെയും ഇന്നും നാളെ അത് സമയത്തിന്റെ പറ്റി പെട്ടതല്ലേ? അതിന് മൂപ്പർക്ക് അറിയില്ല എന്നാ പറഞ്ഞേ. മൂപ്പർക്ക് മൂപ്പർക്ക് കണ്ടിട്ടില്ല അറിയില്ല ഇതുവരെയും. എന്നല്ല പറഞ്ഞത്. നാളെ നിങ്ങൾ എങ്ങനെ ജീവിക്കും, അടിച്ചു പൊളിച്ച് ജീവിക്കും, എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് നാളെ നാളെ എന്നൊന്നും ഇതുവരെ ഇല്ലല്ലോ നാളെ എന്ന് നാളെ പറഞ്ഞത്. ഇതുവരെയും കണ്ടിട്ടില്ല എന്നാ പറഞ്ഞേ. എന്താ റസാഖ് ഭായി മുമ്പ് നിങ്ങൾ സംസാരിച്ചോളൂ. പറയില്ലേ? കേട്ട റിപ്ലൈ കേട്ടോ നിങ്ങള്. ഓക്കെ, റസാഖ് അതിന് ഭായി മറുപടി വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വ്യക്തമായി അതിന് മറുപടി വരെ പറഞ്ഞ് നാളെ ഒന്നും ഷാഫിക്ക് ഇല്ലെന്ന് പറഞ്ഞ ഏക വ്യക്തി ഷാഫിയാണെന്ന് വരെ പറഞ്ഞു ഞാൻ. അല്ല നാളെ കുറിച്ച് അല്ല അറിയില്ല എന്നാ റസാഖ് മൂപ്പര് ഭായി, ഒരു പറഞ്ഞത്. മിനിറ്റ്, റസാഖ് ഒരു ഭായി, മിനിറ്റ്. മിസ് ബിജു, ഇന്നലെ എന്നൊന്നും ഉണ്ടായിരുന്നില്ലേ? അത് ഉറപ്പല്ലേ? ഷാഫിയോട് ചോദിക്കൂ, എന്നോടല്ല. അല്ല, ഇന്നലെ എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ആ ഇന്നലെയല്ലേ നിങ്ങൾ നാളെയെ കുറിച്ച് ചിന്തിച്ചത്? ഷാഫി ഉത്തരം പറയൂ. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റൂട്ടിലേക്ക് പോകും. ഷാഫി ഉത്തരം പറയൂ പ്ലീസ്. അതിനൊന്നും ഉത്തരം എനിക്കറിയില്ല ബിജുവായി. അതൊക്കെ വൻ ചോദ്യങ്ങളാ അപ്പൊ ഇപ്പോഴാണ്. ഇന്നലെ എന്നൊന്നും ഉണ്ടായിരുന്നില്ലേ?
അല്ല ഉണ്ടാകുമോ? അത്രയും ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ ഡീൽ ചെയ്താൽ പോരെ. ഇന്നെ അപ്പൊ സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായിരുന്നോ? അല്ല, ഇന്നലെ ഉണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പല്ലേ? പ്രത്യേക മനുഷ്യനാണല്ലോ ഇയാള്. എന്താണ് ഇതുകൊണ്ട് കാര്യം? വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം കാര്യമുണ്ടോ ഉണ്ട്. ഇല്ലയോ എന്ന് നിങ്ങൾ മറുപടി പറഞ്ഞാലല്ലേ സുഹൃത്തെ നമുക്ക് കൃത്യമായിട്ട് നിങ്ങളോട് അല്ല, എനിക്ക് പ്രത്യേകിച്ച് കാര്യമില്ലെന്നാ ആശയവിനിമയം ഞാൻ നടത്താൻ പറയണത്. പറ്റുള്ളൂ. എനിക്ക് കാര്യമില്ലെന്നാ പറയണത്. നിങ്ങളാ ബിജുവേട്ടനായിട്ട് സംസാരിച്ചോളൂ. എനിക്കറിയില്ല ആ വിഷയത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മറുപടി തരേണ്ടതെന്ന്. അതായത് ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഞാൻ കണ്ടില്ല. അതെന്നെയാണ് ഞാനും പറഞ്ഞത്. ഇന്നലെ നിങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നിങ്ങളോട് എന്റെ ആരാണ് ഇന്നലെ പറഞ്ഞത്? ഇന്നലെ ഇല്ലാന്നാണോ ഷാഫി ഭായി പറയുന്നത്? ഇന്നലെയും കണ്ടിട്ടില്ലേ? എവിടെങ്ങൾ കണ്ടിടോ? ഇന്നലെ ഇന്നലെ എന്നല്ലേ നമ്മൾ ഇന്നേക്ക് വന്നത് ആ അല്ലേ? ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇവിടെ കുത്തിരുന്ന് കണ്ട് നിങ്ങൾ ഇന്നലെ എന്ന് പറയുമ്പോ നിങ്ങൾ ഇന്നലെയിലായോ? അപ്പൊ ഇന്നലെ നിങ്ങൾ നമ്മൾ ഇത്രയും കണ്ടിട്ടല്ലേ ഷാഫി ഭായി ഇപ്പോ ഇന്നലേക്ക് വന്നത്? ഓക്കെ. നാളെ ഇപ്പൊ ഓക്കെ, ഇപ്പൊ നാളെ ബിജുവിന് നിങ്ങൾക്ക് പറഞ്ഞു. ബോധ്യപ്പെട്ടില്ലേ? ഇപ്പൊ ബിജുവിന് ബോധ്യപ്പെട്ടില്ലേ? ഞാൻ കേൾക്കട്ടെ, ഞാൻ ഒന്ന് കേൾക്കട്ടെ. റസാഖ് ഭായി എന്നെ ചീത്ത പറയല്ലേ, ഞാൻ ഒന്ന് ഇല്ല ഇല്ല ഇല്ല, കേൾക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നത്. ചോദിച്ചോളൂ. നിങ്ങൾക്ക് ബോധ്യപ്പെടണല്ലോ. ഞാൻ നുണ പറഞ്ഞത് ആരുവേ, അതുകൊണ്ടാണ്. അല്ല ഷാഫി ഭായി, അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടിട്ടില്ല അല്ല അങ്ങനെയാണോ ബിജുമായി, ഇത് പറയുന്നത്? എന്താണ് കൊണ്ടൊരു കാര്യമുള്ളത്? ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറഞ്ഞു